നിനക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കണതിനൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല. ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇത് തേങ്ങ നീ സ്കൂളിൽ പോണ്. എടാ മോനെ ഇങ്ങ് വന്നെടാ. എന്താ അമ്മേ? എടാ മോനെ നീ കടയിൽ പോയിട്ട് 500 സവാളയും 1 കിലോ കടുകും മേടിക്കട്ടോ. കടുക് അല്ലമ്മേ, 500 സവാള 1 കിലോ കടുകോ? അത് തെറ്റല്ലയോ? നീ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് 500 സവാളയും വേണം, 1 കിലോ കടുകും. സ്കൂളിൽ പോകാൻ പറ്റില്ലേ? എനിക്ക് വയറെടുക്കണേ. നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഇതിന്റെ വയറുവേദന മാറ്റാൻ പറ്റിയില്ലേ? ഒരു രക്ഷയിലെ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നു അവനെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാനിപ്പോ മാറ്റി തരാം. മോളെ അക്കു, ഇന്ന് മോള് ക്ലാസ്സിൽ പോണ്ട, പോയി കാർട്ടൂൺ കണ്ടേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടാ? ആ വേഗം മാറിക്കോളൂട്ടാ, പോയി കാർട്ടൂൺ കണ്ടോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഭയങ്കര പഠിച്ച. നമുക്കൊന്നും കൂടി ചോദിച്ചോക്കാം. മോളെ അക്കു, വേദന മാറിയാലില്ലെങ്കിലും മോള് 2 ദിവസത്തേക്ക് ഇനി ക്ലാസ്സിൽ പോണ്ട. ഇപ്പൊ വേദന മാറിയാ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഏതായാലും ഹാപ്പി ആയിട്ട് നിന്നാ പോരെ. ഇന്നാ ചിത്ര മുട്ടായി. താങ്ക് യു. ഇന്നത് മുട്ടായില്ല, കവർ മാത്രമേ ഉള്ളൂ. മുട്ടായി നമ്മൾ തിന്ന്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, പോലീസ് സ്റ്റേഷനാണ്. എന്താണ് വേണ്ടത്? എന്റെ ഭർത്താവ് 2 ദിവസമായി തക്കാളി വാങ്ങാൻ പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, തക്കാളി ഇടാത്ത എന്തെങ്കിലും കറി ഉണ്ടാക്കി അയാള് വരുമ്പോ വെട്ടെ. ജനുവരിയിൽ കല്യാണം വച്ചാ പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഫെബ്രുവരിയിൽ വെക്കാ? ഇതെന്താ മാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 വെച്ചാലോ? ഫെബ്രുവരി 30 ഇല്ലല്ലോ. എന്നാ പിന്നെ 31 വെക്കാം. എടി, നിനക്ക് എന്നെയാണോ നമ്മുടെ കുട്ടീനെയാണോ ഏറ്റവും ഇഷ്ടം? കുട്ടീനെ എന്നല്ല, നിനക്ക് എന്നെ ഏറ്റവും ഇഷ്ടം. അതെന്താ? നീ നിന്റെ കൂട്ടുകാരിയുടെ ഒപ്പം നമ്മുടെ കുട്ടീനെ ഒറ്റയ്ക്ക് വിടും, പക്ഷെ നീ അവളുടെ ഒപ്പം എന്നെ ഒറ്റയ്ക്ക് വിടും. അങ്ങനെ അവളുടെ ഒപ്പം പോയാ അന്ന് നിന്റെ സമാധിയാണ്. അമ്മ, പെണ്ണിന്റെ വീട്ടുകാരെന്താ പറഞ്ഞേ? അവർക്ക് ചെക്കൻ ഇഷ്ടായില്ല. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? ചെക്കനിപ്പൊ ഞങ്ങൾക്കും ഇഷ്ടല്ല എന്ന് വിചാരിച്ച് വീടിന്റെ പുറത്താക്കാൻ പറ്റൂ? ചേട്ടാ, ആരേ ദേവിക? ദേവികയല്ല, അത് ഡേവിഡാ. ഇതില് വിളിച്ചോണ്ടിരിക്കുക. ആരേ ദേവിക? അത് ഡേവിഡാ. ഇതില് ദേവിക എന്നാ വന്നേക്കുന്നേ, ഡേവിഡ് എന്നല്ല. ശരി, നീ ഫോൺ എടുക്ക്. ഫോൺ അറ്റൻഡ് ചെയ്യ്. ഹലോ, ആ ഡേവിഡ് ചേട്ടാ. ആ ചേട്ടൻ ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ്. ഇതില് പിന്നെ എന്നിട്ടാ ദേവിക എന്ന് സേവ് ചെയ്ത് വെച്ചേക്കണേ? ഡേവിഡ് എന്നാ ഞാൻ സേവ് ചെയ്താ നീ ആ ഫോണും കൊണ്ട് ഇവിടെ വരില്ലായിരുന്നല്ലോ. ഹിന്ദിയിൽ എന്തോ ഈ പണിക്ക് പറയുന്നേ? കാം എന്നാ കാം. ഹലോ ബൈ, ഇന്ന് അവിടെ കാമില്ല കേട്ടോ. നമുക്ക് നാളെ അവിടെ കാമാ കേട്ടോ. ഒരു കാര്യം ചെയ്, നീ ഇങ്ങനെ പോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ. അവന് മനസ്സിലായി കാണും. ഇന്ന് പെരുന്നാളായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആന്റി ബിരിയാണി കൊണ്ടുവരുമല്ലോ. ഡിങ്ക ഡിങ്ക. സമയം എത്രയായി? 12 മണിയായോ? കൊണ്ടുവരോ സമയമായല്ലോ. ഇനി അഥവാ കൊണ്ടുവരൂല്ലേ? എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്നതല്ലേ, അപ്പൊ ഈ പ്രാവശ്യം കൊണ്ടുവരാതിരിക്കത്തില്ല. പക്ഷെ ആ മീൻകാരൻ ഞാൻ പുറത്തിറങ്ങുന്നതിന് മുന്നേ സ്പീഡിൽ ഓൺ അടിച്ചിട്ട് പോയി, ഇല്ലെങ്കിൽ കുറച്ച് മീൻ വാങ്ങിക്കായിരുന്നു. അയ്യേ, ഇന്ന് ബിരിയാണി കിട്ടുമ്പോ പിന്നെന്തിനാ മീൻ? അപ്പൊ ഇന്ന് ബിരിയാണി വരൂല്ലേ? അമ്മ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ സാമ്പാർ ആകട്ടെ. എടി, ചോറ് കഴിക്കത്തില്ലേ നീ? അയ്യേ, എനിക്കൊന്നും വേണ്ട സാമ്പാറും തേങ്ങയൊന്നും. ഞാനിന്ന് ബിരിയാണി മാത്രം കഴിക്കൂ. പോ. എടി, സാമ്പാർ വെക്കട്ടേന്ന്, നീ ചോറ് കഴിക്കത്തില്ലേന്ന്. അമ്മ, ഇന്ന് പെരുന്നാളായിട്ട് അപ്പുറത്തെ ആന്റി ബിരിയാണി കൊണ്ടുവരത്തില്ലേ? ആഹാ മോൾ, അതും കാത്ത് ഇവിടെ ജനലിന്റെ അടുത്ത് വന്ന് ഒളിച്ചു നിൽക്കുവാണോ? അവർ ഈ പ്രാവശ്യം കൊണ്ടുവരത്തൊന്നുമില്ല. മര്യാദയ്ക്ക് സാമ്പാർ കൂട്ടി ചോറ് കഴിക്കാൻ നോക്ക്. അല്ല പിന്നെ എനിക്ക് ബിരിയാണി വേണം, ഞാൻ കുറെ ആഗ്രഹിച്ചതാ. മിണ്ടാതിരിക്കോച്ചേ. അതെ, അപ്പുറത്തെ വീട്ടിലെ ആന്റി വരുന്നുണ്ട്. അയ്യോ, ജനലിന്റെ അടുത്തൊന്ന് മാറി നിൽക്കാം. ചേച്ചി, നീതുമോൾ അകത്തെവിടെ ആണെന്ന് തോന്നുന്നു. ആന്റിയെ കാത്ത് ജനലിന്റെ അടുത്തൊന്ന് ഒളിച്ചു നിൽക്കുവല്ലോ. ആ വരുവാണേ, വേഗം പോയി ബിരിയാണി വാങ്ങിക്കാമേ, ചുമ്മാ ഷോ കാണിക്കാതെ. അല്ല പിന്നെ എന്താ വേണ്ടേ? 4 പൊറോട്ട, ഒരു കോഴിക്കറി, ഒരു ചായ. ഇതെല്ലാം തിന്നണമെന്നുണ്ട്, പൈസ ഇല്ല. ഞാൻ 10 വരെ എണ്ണും. അതിനു മുന്നേ എന്റെ അടുത്ത് മുണ്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും കടുങ്ങായി ചെയ്യും. 1 2 3 6 7 4 5 ആരാ കൊണ്ടുപോയി? മുണ്ടേത് നന്നായി, അല്ലെങ്കിൽ കാണായിരുന്നു. അച്ഛനെ കഴിക്കാൻ വിളിയടാ. കഴിക്കാൻ വേടാ. എന്ത് വേടാ ഇത്? മര്യാദക്ക് കഴിക്കാൻ വിളിക്കേ. മര്യാദക്ക് കഴിക്കാൻ വേടാ.
എടി ഇന്ന് ഉച്ചക്ക് ഫ്രണ്ട്സ് വരൂട്ടോ. ഇന്നും വരണോ അവളെ കൂട്ടുകാര് ഇച്ചായിട്ടുള്ള കാണന്നെ കയറിയാണ്. അല്ലേലും നിങ്ങൾ 90% പെണ്ണുങ്ങൾക്കും ഭർത്താവിന്റെ കൂട്ടുകാരെ ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ 90% ആണുങ്ങൾക്കും ഭാര്യയുടെ കൂട്ടുകാരികളെ ഭയങ്കര ഇഷ്ടാകരം. അതാണ് ഞങ്ങൾ ആണുങ്ങളെ മനസ്സ്. ഞങ്ങൾക്ക് സ്നേഹിക്കും. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായാ? തീവട്ടി ബാബു അല്ലേ? അതെന്റെ പേര്. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഞാനും നീ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അച്ഛനാണെന്നാണ് അമ്മ പറഞ്ഞത്. ഓ, അമ്മ പറഞ്ഞത്. അല്ലാണ്ട് നിനക്കൊന്നും അറിഞ്ഞൂടാ? അല്ലാണ്ട് ഞാനെങ്ങനെ അറിയാനാണ്? എത്ര സമയടി വിളിക്കുന്ന കോപ്പ, നിനക്കെന്താ ഫോൺ എടുത്താ? മനുഷ്യനെ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ആരോടെങ്കിലും വേറെ ഫോണിൽ ചാറ്റാൻ പോയതായിരിക്കും. അതൊന്നും നിന്റെ അപ്പം പെറ്റാ. ഹലോ, അവള് കുളിച്ചോണ്ടിരിക്കുക, വരുമ്പോ തിരിച്ചു വിളിക്കാൻ പറയാം. അയ്യോ സോറി ആന്റി, ഞാൻ അവളുടെ കൂട്ടുകാരനാ. സോറി. മനസ്സിലായി കൂട്ടുകാരാ. എന്നാ ഞാൻ പിന്നെ വിളിക്കാമേ. ആയിക്കോട്ടെ. പിന്നെ അവളുടെ അപ്പൻ ഇതുവരെ പെറ്റിട്ടില്ല. തെറ്റാ കൂട്ടുകാരനെ വിളിക്കാം കേട്ടോ. ഓ, ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലെ എപ്പോഴും ഒരു സ്ത്രീ എന്നാണ് എല്ലാരും പറയണത്. പിന്നെ അണ്ണന്റെ പിറകിൽ ഞാൻ ഇത്രയും നിന്നിട്ട് എന്തെണ്ണ ജീവിതത്തിൽ അണ്ണൻ വിജയിക്കാത്തത്? അതെ, പുരുഷന്റെ പിന്നിൽ നിൽക്കാനേ പറഞ്ഞുള്ളൂ, അല്ലാതെ തലേ കയറി നിരങ്ങാൻ പറഞ്ഞില്ല.